ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കൂടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടും ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇട്ടിട്ട് ഒരുപാട് നാളായില്ലേ, നമ്മളിപ്പോൾ കണ്ടിട്ട് ഒത്തിരി നാളായി മറന്നു എല്ലാവരും. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത്തിരി നാളായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഇങ്ങനെ ലേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രധാന കാരണം ഒന്നും വയ്യായ്മകളും കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പനി ചുമ നീരവെച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാണ്. അപ്പോൾ മക്കൾക്ക് വരും, പിന്നെ ഷജാണ്ട് വരും, പിന്നെ അങ്ങനെ വരും. പിന്നെ എനിക്ക് അങ്ങനെ ലേറ്റസ്റ്റ് ഒക്കെ എനിക്കും ഇളയ മോനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടോ മൂന്നോ ട്രിപ്പൊക്കെ ഡോക്ടറൊക്കെ കാണിച്ച് ഒന്ന് സെറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ചുമ എന്നാലും വിട്ടു മാറി വരുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഉണ്ടല്ലോ അത് വിശേഷം അപ്പോൾ അത് പറ. പിന്നെ അതുപോലെ എന്താ ഓണൊക്കെ എത്തിയില്ലേ, അതെ അത്തും എത്തി. എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ. നമുക്കതൊന്നും ഇടാൻ സാധിച്ചിട്ടില്ല കേട്ടോ. വയ്യായ്കൾക്ക് മാറി ഒന്ന് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. അതേപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണൊക്കെ അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ഈ അത്തക്കുറി ഓണക്കുറിയൊക്കെ വയ്ക്കില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചോദനം നീതിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളിതുപോലെ ചെയ്യുക പറഞ്ഞിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 വർഷം മുമ്പൊക്കെ ഇതുപോലെ കുറി നമ്മൾ ഓണക്കുറി അത്തക്കുറിയൊക്കെ ചേർന്നിട്ട് നമുക്ക് ചിലപ്പോൾ പൈസ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെതായ എന്താ പറയുക സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞാനും ഇവിടെ ഷാജാൻ്റെ അമ്മയും കൂടിയിട്ട് ഒപ്പം ഒരുമിച്ച് നിന്നിട്ട് ഷാജാൻ അറിയാണ്ട് ഒരു സർപ്രൈസ് പോലെ കൊടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ആരോടും അറിയാണ്ട് ഞങ്ങൾ തന്നെ സ്വയം ഇത് ഏറ്റെടുത്ത് ചെയ്തു കിട്ടാം. ഷാജാനോടൊന്നും പറഞ്ഞില്ല. എൻ്റെ ഇതിൽ ഇന്നാണ് അത്തത്തിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അത് മെയിൻ ഒരു പ്രധാന ഒരു കാരണം നിത്യം കൂടി ഉണ്ട് കേട്ടോ. വലിയ സപ്പോർട്ട് കൊണ്ടാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ അവളും അത് ഒപ്പം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, ചെയ്യാനും ഹെൽപ്പിനും എല്ലാ കാര്യത്തിനും കേട്ടോ. അപ്പോൾ അതേ ഒന്ന് ഷാജാൻ കണ്ടു വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങളായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ അതുപോലെ പ്രത്യേകിച്ചും ഹൗസ് വൈഫിനൊക്കെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ വീട്ടിലേക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓണത്തിന് അല്ലെങ്കിൽ വിശേഷ ദിവസമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ അവർക്കൊന്നും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊപ്പം നിൽക്കാം. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് നമുക്കത് മറ്റു പൈസ കൂട്ടി വെച്ചത് മറ്റൊരു കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാനും ഉപകരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയോളൂ. ഇതല്ല പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഞാനപ്പോൾ അത് കാണിച്ചു തരാം. എന്തൊക്കെയുണ്ട് സാധനങ്ങൾ കാണിച്ചു തരല്ലോ. ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ അത്. ഓക്കെ വായോ. അരിയാണ് ആദ്യമേ കാണിക്കുന്നത് കേട്ടോ. 26 കിലോ അരി അല്ലേ. ഇതേ 26 കിലോ അരി. ഇതേ ഈ അരി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അയ്യോ ഇതേ സാധനങ്ങൾ അപ്പം അങ്ങ് പൊട്ടിക്കുമ്പോൾ ദേ മഞ്ഞപ്പൊടി, മസാല കൂട്ടുകൾ, എന്നിട്ടാ കോഫിപ്പൊടി അല്ലേ, കാപ്പിപ്പൊടി, സേമിയ ഉപ്പുമാവ്, നെയ്യ്, ഓണത്തിന് പപ്പടം, ജീരകം, കടുക് 2 പാക്കറ്റ്, നാളികേരം, പിന്നെ നൂഡിൽസ്, ഈസ്റ്റ്, പിന്നെ എടുത്തോട്ടോ ഇത് എന്താ പറയുക കോൾഗേറ്റ് അല്ല പേസ്റ്റ്, പിന്നെ വെളിച്ചെണ്ണ 2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ. സർക്കുപ്പിപ്പേരി ഓണത്തിന് ഇപ്പോൾ സർക്കുപ്പിപ്പേരി, പിന്നെ 1 കിലോ കായ വറുത്തത്, എന്നിട്ട് മുന്തിരി, കുരുമുളക്, അണ്ടിപ്പരിപ്പ്, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ചായല, സൺഫ്ലവർ ഓയില്, പിന്നെന്താ കായം, ആട്ട, പിന്നെ കുത്തുമുളക്, 1 കിലോ മുളക് പൊടി, പിന്നെ ചുക്ക് ഏലക്കായ, പിന്നെ ഇത് എന്താ പറയുക ചുർക്ക വിനാഗിരി ഉണ്ടല്ലോ, പിന്നെ എണ്ണ, അതിൽ ഡാൽഡ, അച്ചാറുണ്ട് കേട്ടോ. തോളൂരിൻ്റെ അച്ചാർ, നാരങ്ങ അച്ചാർ, അതടുത്ത് കിട്ടിയത് നമ്മുടെ സേമിയ പാലട പായസം മിക്സ് കേട്ടോ. അത് പിന്നെ 1 കിലോ ഉഴുന്ന്, അതിൻ്റെ ഇടയിൽ ചന്ദനത്തിരി, ഇത് വെല്ലം, 1 കിലോ വെല്ലം, ഇത് ബിരിയാണി കേട്ടാ. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. 60 അല്ലേ മേ, 60 ഉണ്ട് കേട്ടാ. ഇത് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അമ്മയ്ക്ക് പറ്റണ പോലെ അമ്മയും തരും പൈസ, എനിക്ക് പറ്റണ പോലെ ഞാനും എങ്ങനെയൊക്കെയോ കൂട്ടി വെച്ച് ഞങ്ങളും ചെയ്യും. ഇടയ്ക്ക് പറ്റില്ലെങ്കിൽ പൈസ അവളും അനിയത്തിയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾ
ഇന്നാണ് ഷയാന് സർപ്രൈസ്. ഇതൊക്കെ കണ്ടിട്ട് ഷയാൻ ഞെട്ടിപ്പോയി. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അല്ലേ, വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഞങ്ങൾ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൈദ അല്ലേ, മൈദ 1/2 കിലോ മൈദ, മല്ലിപ്പൊടി, അപ്പോൾ പിന്നെ മുതല 1 കിലോ മുതല, പിന്നെന്തുവാ പയറ്, ഉണക്കപ്പയർ കേട്ടാ 1 കിലോ ഉണക്കപ്പയറ്, ഗ്രീൻ പീസ് 1/2 കിലോനാ 1/2 കിലോ ഗ്രീൻ പീസ്. ഇത് മുഴുവൻ മുളക് കേട്ടാ, നമുക്ക് ഇങ്ങനെ കാച്ചാനൊക്കെ ഇടാം, സാമ്പാറിൻ്റെ ഒക്കെ കാച്ചാനൊക്കെ. ഇത് പരിപ്പ് 1 കിലോ പരിപ്പ് ഇടാം സാമ്പാറിൻ്റെ. പിന്നെ ചെറുപയർ 1/2 കിലോ അല്ലേ, 1/2 കിലോ ചെറുപയർ, കടല 1 കിലോ. പിന്നെ പുളി, ഉരുളപ്പുളി, ഇഞ്ചാപ്പുളി ഉണ്ടാക്കാൻ ഉരുളപ്പുളി. ഇനി ഈ കിറ്റിലുള്ളത് എന്നിട്ട് സോപ്പ്, അലക്ക് സോപ്പ്, പിന്നെ കുളിക്കണ സോപ്പ്, പിന്നെ സോപ്പും പൊടി നിർത്തുന്നില്ല കേട്ടാ, വിമ്മ്, അങ്ങനെയൊക്കെ ആയിട്ട് ഐറ്റംസ് കേട്ടാ. അതൊക്കെയാണ് ഇതില്. ഇത് കല്ലുപ്പ്, പൊടിപ്പ് ഐറ്റംസ് അതൊക്കെയാണ്. അത് 5 കിലോ അരിപ്പൊടി. അയ്യോ ഒന്നുമില്ല, 5 കിലോ അരിപ്പൊടി അപ്പുറത്ത് ചേർന്ന തീപ്പെട്ടി, പഞ്ചസാര 5 കിലോ പഞ്ചസാര കഴിഞ്ഞു. ഇത് റവ 1/2 കിലോ എന്നല്ലേ, കിലോ തോന്നുന്നുണ്ട്, അതെ അതെ 1/2 കിലോ റവ. അങ്ങനെ ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ 60 ഇനം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നെയ്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ചെറിയ നെയ്യ്, ഇത് പിന്നെ അച്ചാർ, തോടിൻ്റെ അച്ചാർ, അങ്ങനെ ബിരിയാണി കിറ്റ്, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. അരി ഉണ്ട് കേട്ടോ, 26 കിലോ അരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇപ്രാവശ്യം എന്താ പറയുക ഉണക്കുറി വെച്ചിട്ട് കിട്ടിയത് അല്ലേ, അങ്ങനല്ലേ പറയാം. അതൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഷയാനെ സംബന്ധിച്ചൊരു സർപ്രൈസ് ആയിരുന്നു. ഷയാനോട് ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് ലൊക്കേഷൻ അയച്ച് അവർ വന്നപ്പോഴാണ് ഷയാനോട് ഉണ്ടാവുന്നത്. ഷയാനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. അത് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറച്ച് ചെയ്ത് കൊണ്ട് കുറച്ച് ഐറ്റം ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പോയിട്ട് എന്താ പറയുക ഒരു ഇത് വാങ്ങിയിട്ട് വന്നു, കുക്കർ. നന്ദിലത്ത് നിന്ന് പോയിട്ട് കുക്കർ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ കുക്കറിന് ഓഫർ ഉണ്ട് കേട്ടോ. 5 ലിറ്ററിൻ്റെ കുക്കറാണ്. എത്രയാ 1300 രൂപ അങ്ങനെയാണ് കേട്ടോ കുക്കറിന്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പം ഇതും ഞങ്ങളപ്പോൾ വാങ്ങി. പിന്നെ ഞങ്ങൾ ഒരു വിട്ട് പോയി. ഇത് നമുക്ക് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എല്ലാവരെ. തുറക്ക്. ഇതൊരു കുഞ്ഞൊരു ഗിഫ്റ്റ് അവർ തന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റില് സാധനങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടേ, അപ്പൊ ഇതിന്റെ ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് ആയിട്ട് അത് തന്നതാണ്. പുട്ടുണ്ടാക്കണത്, പുട്ടും കുറ്റി, പടം ഈ പടം ഓണത്തിന് പുട്ട് ഉണ്ടാക്കണ്ട കണ്ട. അപ്പൊ ഇതൊരു കുഞ്ഞ് ഗിഫ്റ്റ് വടിയുണ്ടല്ലോ, സംഭവം ഇത് പിടിയുണ്ട. പിടിയുടെ കാണണം പറഞ്ഞത് പിടി കഴിഞ്ഞാൽ പിടിയുണ്ടാവും. ഇതാണ് കേട്ടാ. അതൊരു കുഞ്ഞ് ഗിഫ്റ്റ് തന്നതാണ് കേട്ടാ. എല്ലാവർക്കും ഉണ്ട്. എന്താണ് സംഭവം കേട്ടാ. അപ്പൊ അത് കണ്ടില്ലേ. ഇനി അയൽക്കൂട്ടം, ഞങ്ങളുടെ കുഞ്ഞു കുടുംബശ്രീ, ഞങ്ങള് 5-10 പേരായിട്ട് ചേർന്നിട്ടുള്ള സംഭവം. അതിന്റെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും കുറച്ച് പൈസ വെച്ചതിൻ്റെ ഒക്കെ കിട്ടും. അപ്പം അതൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊന്ന് എന്താ പറയുക വാഷിംഗ് മെഷീൻ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഷയാന് അറിയാത്ത കാര്യങ്ങളായിരുന്നു. ഇത് അതൊക്കെ സൈഡിലൊക്കെ വെച്ചതായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ നന്ദിലത്തിലേക്ക് നന്ദിലത്തിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വരുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന് വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഇത് കുഞ്ഞൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ.